അപ്പോളെ മക്കളെ നമ്മൾ പൊളിക്കുമല്ലേ? ഇതേ പൊറോട്ട നോക്ക്, മമ്മൂക്ക എത്തി. അപ്പം എയർപോർട്ടിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഫ്ലൈറ്റിലാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ എത്തിവർ പോവുകയാണ്. എന്തായാലും നമുക്കറിയാം ആ ഷോ കാണാനുള്ള തിരക്കാണ് മലയാളികളുടെ. അത്രയും വലിയൊരു ഷോ ആയിരിക്കും. ലാലേട്ടൻ മമ്മൂക്കായുമുള്ള ഒരു ഷോ എന്ന് പറയുമ്പോൾ തന്നെ, ഒരുമിച്ചുള്ള ഷോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പം എല്ലാവരും ഈ ബൈക്കിൽ നിൽക്കുന്നവരൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു ഷോയ്ക്ക് വന്നവരാണ്. കുറേ പേര് ഒരേ വണ്ടി വരുന്നു, അവരവർ പോകുന്നു. ഇതാണ് ഈ ഷോയുടെ പ്രത്യേകത. പല ഫ്ലൈറ്റിലാണ് വരുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് പല ഫ്ലൈറ്റിലാണ് ആളുകൾ വന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ല എന്ന് മാത്രമുള്ളൂ. ഏതായാലും ഒന്നും കൂടെ നമുക്ക് ആളുകളോട് ചോദിച്ച് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നേരെ നമുക്ക് ബാബുച്ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. ബാബുച്ചേട്ടാ ഓക്കെ അല്ലേ? സമയം ഇപ്പോൾ എത്രയായിരുന്നു അറിയോ? സമയം നാട്ടിൽ 7:44. ഇവിടെ എത്രയായി? അല്ല, ഇവിടെ 7:44, അവിടെ 10:10. അവിടെ നമ്മൾ ഉണർന്നു. അതെ, ഇവിടെ ഉണർന്നിരിക്കുകയാണ്. അതെ. ഇനി ഉണർന്നിരിക്കുന്ന രാത്രികളാണ്. എല്ലാവരും ശരിയാവും. അതൊന്ന് ഉറങ്ങി എൻ്റെ ഉഷാറാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ്? ഇങ്ങനെയല്ല, എല്ലാ ഷോയിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഷോ ചെയ്യാൻ മതിയെന്ന് വെക്കുന്നതിൻ്റെ കാരണം ഈ കൂട്ടിപ്പിടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ഷോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഈ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്തൊരു ഷോ ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം. പ്രത്യേകിച്ച് വിസ, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഖത്തറിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിസയുടെ ഒക്കെ പ്രശ്നമാണ്. അല്ല, അതിപ്പോൾ ദുബായിലും ഒക്കെ ഉണ്ട്. ദുബായിൽ പക്ഷേ മറ്റേ എങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എളുപ്പമല്ല. ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഷോ അടിച്ചു പൊളിക്കും. ഇത് സാധാരണയാണ്, ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ അമ്മയുടെ മഴവിൽ മനോരമ ഷോവിന് ഏകദേശം ഈ 350ഓളം പേരെ കൊണ്ടുവന്നതാണ്. അതുപോലെ അങ്ങനെ വരും. ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല. ഷോ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് റംസാനെ കൊണ്ടുപോകാൻ വണ്ടി വന്നില്ല, ബാക്കി എല്ലാവരും കൊണ്ടുവന്ന് തോന്നുന്നു. റംസാൻ ഇവിടുന്ന് പോക്ക് നടക്കുന്നില്ല. റംസാനെ നിങ്ങൾക്ക് മാത്രമേ വണ്ടി വന്നില്ല, എല്ലാവർക്കും വണ്ടി വന്നല്ലോ. എന്നെ മാത്രം ഇവിടെ ഇട്ടേക്കാട്ടാ. വെറുതെ ഇവിടെ ഡാൻസ് കളിച്ചിട്ട് പോയാൽ അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഏറ്റവും ലാസ്റ്റ് വന്നാലും നമ്മൾ ആദ്യം തോന്നുന്നു. നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല? എനിക്ക് ക്ഷീണേ ഇല്ല. അപ്പോൾ അതെ, അങ്ങനെ നമ്മൾ പോകണം. തസ്നി ഇറങ്ങാ പോകല്ലേ? പിന്നെ പോണ്ടേ, നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ഇറങ്ങി അല്ലേ? ഇനിയിപ്പം ഇന്ന് അടുത്ത 10 മണിയുടെ ഫ്ലൈറ്റ് അല്ലേ? കുറേ പേര് അടുത്ത 10 മണിയുടെ ഫ്ലൈറ്റ് ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അങ്ങനെ എല്ലാ ഫ്ലൈറ്റുമായിട്ട് ഇന്ന് പല ഫ്ലൈറ്റുകളായിട്ട് എല്ലാവരും ഇവിടെ എത്തും. വൈകുന്നേരം സ്റ്റേജ് റിഹേഴ്സൽ. വൈകുന്നേരമാണ് സ്റ്റേജ് റിഹേഴ്സൽ. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേഡിയത്തെക്കുറിച്ചിടാം. ഹൈമറും മെസ്സിയൊക്കെ മുത്തമിട്ട സ്റ്റേഡിയത്തിൽ ലാലേട്ടനും മമ്മൂക്കായും ചേർന്ന എന്തായിരിക്കും ഷോ, ഒന്നും പറയാനില്ല. ഷോ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോഴും ടിക്കറ്റ് കൗണ്ടറുകളിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിപ്പുണ്ട്. ആ ടിക്കറ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാം. ആ ടിക്കറ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോഴും ഷോ കാണാനുള്ള അവസരമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അടിപൊളിയായിട്ടാണ് ഷോ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഖത്തറിൽ ഇത്രയും വർഷം കണ്ട ഷോയിൽ ഏറ്റവും ഗംഭീര ഷോ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പ് നൽകാൻ കഴിയും. നമ്മുടെ ഈ റിഹേഴ്സലും കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മൂവി വേൾഡ് മീഡിയയാണ് എന്ന കാര്യം ഓർക്കുന്നു. ഓക്സിജനാണ് നമ്മുടെ സ്പോൺസർ. അതോടൊപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സ്പോൺസർ. ഇന്ന് രാത്രി റിഹേഴ്സൽ, നാളെ 7 മണിക്ക് ഷോ. ആ ഷോ തുടങ്ങിയാൽ 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഷോയാണ്. അപ്പം ഖത്തറിലുള്ള എല്ലാ മലയാളികളും ടിക്കറ്റ് എടുക്കാൻ തയ്യാറാവുക. ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അടുത്ത ഫ്ലൈറ്റിൽ വരുമ്പോൾ ആളുകളെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ.